നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ് ജീവിതമാണല്ലോ സത്യത്തിൽ ഹദീസ്. അതിനെ മാറ്റിവെച്ചാൽ പിന്നെ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് മാത്രമേ അവലംബമുള്ളൂ? ഭാഷ. കറക്റ്റ്. അപ്പോൾ ട്രഡീഷണൽ രീതിക്ക് എതിര് ചെയ്തു. എന്താ ട്രഡീഷണൽ രീതി? എങ്ങനെ നബിയിലൂടെ ഖുർആൻ മനസ്സിലാക്കുക. സ്വഹാബത്തിൻ്റെ ജീവിതമാണ് റസൂലിൻ്റെ ജീവിതത്തിന് മാനദണ്ഡം. റസൂലിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ ആരെ മനസ്സിലാക്കണം? സ്വഹാബത്തിനെ മനസ്സിലാക്കണം. അതാണ് ട്രഡീഷണൽ രീതി. ഈ രീതി 18-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ പൊളിച്ചു. അതെന്താ കാരണം? ദജ്ജാൽ വരാനായി. ദജ്ജാലിയത്താണ്. അതാരെ പൊളിച്ചത്? വഹാബികൾ പൊളിച്ചു. അവർ വഹാബികൾ എന്ന് പറഞ്ഞാൽ ദജ്ജാലി വിഭാഗമാണ്. അവർ ദജ്ജാലിൻ്റെ ആളുകളാണ്. ആദം ഹോമോസാപ്പിയസിൽ പെട്ട ആളാണ്. ആദമിൻ്റെ രക്തം അല്ല കൊക്കേഷ്യൻസിൻ്റെ രക്തം. രക്തഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഇന്ന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നവർ ആരാ? ഹോമോസാപ്പിയൻസാ. ഹോമോസാപ്പിയൻസിൻ്റെ രക്തം കൊക്കേഷ്യൻസിൻ്റെ രക്തം, അതായത് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണത്. കൊക്കേഷ്യൻസ് അവരാണ് അസ്ലി യൂറോപ്യൻസും. അവരുടെ രക്തം ഹോമോ എറക്റ്റസ് ആണ്. അവർ ഖുർആൻ ഹാഫിളായിട്ട് ദജ്ജാലിൻ്റെ അനുയായി ജീവിക്കുന്നവർ, അവർക്ക് ദജ്ജാലി സ്വാധീനം അവരിൽ വന്നു കഴിഞ്ഞു. ലോകരാജ്യങ്ങളിലേക്ക് മുഴുവനും ഖുർആൻ കയറ്റി അയക്കുന്ന ദജ്ജാലി പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ട്. ഖുർആനിൽ ഒരക്ഷരം പോലും ഒരു കൂട്ടിച്ചേർക്കുന്നുമില്ല. എന്നിട്ടും അവർ ദജ്ജാലിൻ്റെ അനുയായികളാണ്. അപ്പം നിങ്ങളൊരു 10 ആയത്ത് കാണാതെ പഠിച്ചത് കൊണ്ട് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് വലിയ വിഡ്ഢിത്തരാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് അൽക്കഫ് കാണാതെ പഠിക്കാത്ത ഒരാൾ നമ്മളെ നാട്ടിൽ കുറവായിരിക്കും. എന്തുകൊണ്ട്? ഏകദേശം എല്ലാ വെള്ളിയാഴ്ചയും അൽക്കഫ് ഓതുമല്ലോ. സ്ഥിരം ഓടുന്ന ഒരാൾക്ക് എന്താ പ്രശ്നം? 10 ആയത്ത് ആദ്യത്തെ 10 ആയത്ത് കാണാതെ പഠിച്ചാൽ തന്നെയും ആമിന മിൻ ഫിത്നത്തി ദജ്ജാലി ഫിത്നത്തോട് രക്ഷപ്പെടുന്നതാണ്. അതിപ്പോൾ 5 മിനിറ്റ് വേണ്ട നിങ്ങൾക്കത് പഠിക്കാൻ. ലോകത്തെ ഏറ്റവും വൻകിട ശക്തിയാണ് ദജ്ജാൽ. ദജ്ജാലി സംസ്കാരമാണ് ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദജ്ജാലിൻ്റെതാണ് ലോകം മുഴുവനും. അതിനെതിരെ ഒരു വാക്കും ഉണ്ടാകാൻ പറ്റൂല. മനസ്സിലാവുണ്ട് പറഞ്ഞു. അവിടെ അങ്ങനത്തെ ഒരു വലിയ ശക്തിയെ നിങ്ങളൊരു 10 ആയത്ത് മനപ്പാടാക്കിയിട്ട് നിങ്ങൾക്ക് തടയാൻ കഴിയുമെന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തരാണ്. അത് നമുക്കൊക്കെ അറിയില്ലേ? ആർക്കറിയാത്ത? അവിടെയാണ് ഞാൻ അതിൻ്റെ പൊരുൾ പറഞ്ഞു തരുന്നത്. ഇതിലൊരു ആശയം കിടക്കുന്നുണ്ട്, ചില ആശയങ്ങൾ. ആ ആശയങ്ങളിലേക്ക് നമ്മൾ നീങ്ങണം. മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലുള്ള അടിസ്ഥാനമായ ആശയം 18-ാം നൂറ്റാണ്ടോടുകൂടി മുസ്ലിങ്ങൾ വലിയൊരു വിഭാഗവും നഷ്ടപ്പെടുത്തി. അള്ളാഹു വെച്ചെടുത്ത് കാര്യങ്ങൾ വെക്കുക, അള്ളാഹു മുന്തിച്ചെടുത്ത് മുന്തിക്കുക, അള്ളാഹു പിന്തിച്ചെടുത്ത് പിന്തിക്കുക. അതാണ് അൽഹംദുലില്ലാഹില്ലദി അൻസലൽ കിതാബ അലാ അബ്ദിഹി എന്ന് പറയേണ്ട സ്ഥാനത്ത് അങ്ങനെ പറയേണ്ടത്. ഭാഷാപരമായി അങ്ങനെ പറയേണ്ടത്. അൻസല അവൻ ഇറക്കി. എന്തിനാണ് അടുത്ത ചോദ്യം. ആർക്ക് എന്നുള്ളത് 3ാമത്തെ ചോദ്യമാണ്. അൽഹംദുലില്ലാഹില്ലദി അൻസലൽ കിതാബ അലാ അബ്ദിഹി എന്ന് പറഞ്ഞോണ്ട് എന്ത് പ്രശ്നം ഇവിടെ ഉള്ളത്? അങ്ങനത് പറഞ്ഞ അവസാനത്തെ വാക്കാണെങ്കിൽ പ്രാസം ഒപ്പിച്ചു എന്ന് നമുക്ക് ഒഴിയാം. ഇത് അവസാനത്തെ വാക്കല്ലല്ലോ. മനസ്സിലായില്ല? ഇപ്പോൾ ഉദാഹരണം നൂന് കൊണ്ടാണ് മുമ്പത്തെ ആയത്ത് അവസാനിച്ചത്, അല്ലെങ്കിൽ മീമോണ്ട് അവസാനിച്ചത്. ഈ ആയത്തിൽ ഏറിയ കൂറും മീമോണ്ട് അവസാനിച്ച ആയത്താണ്, നൂനോണ്ട് അവസാനിച്ച ആയത്താണ്. അപ്പോൾ അവസാനത്തെ പദാണെങ്കിൽ അത് ഒപ്പിച്ചതാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒഴിയാം. അങ്ങനത്തെ അതും ഇല്ല ഖുർആനിൽ. ഇത് അവസാനത്തെ വാക്കുമല്ലല്ലോ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ. സത്യത്തിൽ അത് പ്രോട്ടോക്കോളിന് എതിരാണ്. പ്രോട്ടോക്കോൾ അനുസരിച്ച് വരേണ്ടത് അൻസലൽ കിതാബ അലാ അബ്ദിഹി എന്നാണ്. അപ്പോൾ ഇവിടെ മുന്തിക്കേണ്ട ഒരു അനിവാര്യതയും ഭാഷാപരമായി ഇല്ല. എന്നല്ല, ഇവിടെ കാണിച്ചതിനെതിരെ ചെയ്യലാണ് ഭാഷാപരമായി ഭംഗി.
അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്. അൻസല അവൻ ഇറക്കി, എന്തിനെ? അൽ കിതാബ കിതാബിനെ. ആർക്ക്? അലാ അബ്ദിഹി. ഇപ്പോൾ അത് ഭാഷാപരമായി വൃത്തിയാണ്. ഇവിടെ ഭാഷ തെറ്റിച്ചു. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്ന് പറഞ്ഞു. ഈ അലാ അബ്ദിഹി മുന്തിച്ചപ്പോൾ ഭാഷയുടെ പ്രോട്ടോകോൾ തെറ്റി. ഫിഅല്, ഫാഇല്, മഫ്ഊല് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ മുതഅല്ലിഖാത്തുകളൊക്കെ പറയാം. അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതൊക്കെ ചോറ് കൊണ്ടുവന്നാൽ ഉടനെ കറി കൊണ്ടുവരണം. പപ്പടം, എരിശ്ശേരി, പുളിശ്ശേരി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചാറ് കാണാനില്ലെങ്കിൽ പിന്നെ അങ്ങ് ചൂടാവും. ചോറ് എത്തിയ പിന്നെ ഉടനെ കറിയാണ്. എന്നാൽ നമുക്ക് കഴിക്കൽ തുടങ്ങാം. എന്തുകൊണ്ട്? പിന്നെ ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. ചോറും കറിയല്ലേ അത്യാവശ്യം. ചിലപ്പോൾ കറി വാർന്ന് ചോറ് കഴിച്ച് പകുതി ആകുമ്പോഴായിരിക്കും പപ്പടമോ മീനോ ഒക്കെ കൊണ്ടുവരിക. വിരോധമല്ല, ആയിക്കോട്ടെ. നമ്മൾ തിന്ന് നമുക്ക് അത്രയും തിരക്കും അത്യാവശ്യം അങ്ങനെയാണ് കണക്ക്. ഇവിടെ ഭാഷാപരമായി പറയേണ്ടത് നിങ്ങൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ ഈ പ്രോട്ടോകോൾ തെറ്റിക്കേണ്ട ഒരാവശ്യവും ഭാഷാപരമായി ഒരിക്കലും ഇല്ല. അതാണ് തെറ്റിച്ചത്. ഒരു അനിവാര്യതയില്ല. ഭാഷയുടെ അവസാനത്തെ ആയത്തിൻ്റെ അവസാന വാക്കാണ്, അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. എന്നിട്ട് ആ പ്രോട്ടോകോൾ തെറ്റിച്ച് എന്ത്? അതാണ് അള്ളാഹുവിൻ്റെ പ്രോട്ടോകോൾ. അള്ളാഹു എപ്പോഴും കിതാബിനേക്കാൾ ആരെ മുന്തിക്കും? റസൂലിനെ മുന്തിക്കും. കിതാബിനേക്കാൾ റസൂലിനെ മുന്തിക്കുന്ന ശൈലിയാണ് ഇസ്ലാമിക് ട്രഡീഷണൽ വ്യൂ. അതാണ് സ്വഹാബത്ത്. സ്വഹാബത്തിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരിൽ നമ്മൾ പഠിക്കാൻ റസൂലിനെയാണ്. ഖുർആൻ വ്യാഖ്യാനത്തിൽ തെറ്റിയവരും തെറ്റാത്തവരും അവരുടെ കൂട്ടത്തിലുണ്ട്. റസൂലിൽ അവർക്ക് തെറ്റിയിട്ടില്ല. ഉമയ്യത്ത് ബിൻ ഖലഫുമായി ഒരു വിഷയത്തിൽ വാതുവച്ചു. പന്തയം. അക്കാലത്ത് പന്തയം ഹറാമാക്കിയ നിയമം വന്നിട്ടില്ല. ഒലിബത്തി റൂം ഫി അദ്നൽ അർളി മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഈ ആയത്തിൽ ഫി ബിദ്ഇ സിനീൻ എന്ന ആയത്തിൽ റോമക്കാരുടെ ഒലിബത്ത് റോമക്കാർ, മനസ്സിലായില്ലേ? റോമക്കാരും പേർഷ്യക്കാരും തമ്മിലുള്ള പ്രശ്നത്തിൽ റോമക്കാർ ജയിക്കും എന്ന് ഖുർആൻ പ്രവചിച്ചു. പേർഷ്യക്കാരുമായോ ബന്ധമായിരുന്നു ഖുറൈശികൾക്ക്. കാരണം അവർ അഗ്നി ആരാധകരാണ്. റോമക്കാർ അഹ്ലു കിതാബ പേരിനെങ്കിലും. അപ്പോൾ ഇവിടെ ശരിക്കണം കേട്ടോ. കുട്ടികൾ കുറച്ചുള്ളെങ്കിൽ ഇവിടെ ഇരിക്കുക. അതിൻ്റെ അവിടെ TV ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. അപ്പം ഈ വിഷയത്തിൽ ചർച്ച വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കൊല്ലത്തിനുള്ളിൽ റോമക്കാർ പേർഷ്യക്കാരെ മലർത്തിയടിക്കും എന്ന്. കാരണം ഫി ബിദ്ഇ സിനീൻ എന്ന വാക്കിന് 3 ചില്ലറ വർഷത്തിനുള്ളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ചില്ലറ വർഷത്തിനുള്ളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചില്ലറ വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കണേ, ചില്ലറ വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ ചില്ലറക്ക് 3 അർത്ഥം വെച്ചു. ആര്? സയ്യിദുനാ സിദ്ദീഖ്. അബൂബക്കർ അഫ്ളലു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ മഹാൻ. 3 അർത്ഥം വെച്ചു. അന്ന് പന്തയം വെക്കുന്നത് ഹറമായിട്ടും ഇല്ല. ഈ വിഷയം വന്ന് പുണ്യ റസൂലിനോട് പറഞ്ഞപ്പോൾ 10 ഒട്ടകം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, കരാറിനെ ഒന്നുകൂടി, പന്തയ കരാർ ഒന്നുകൂടി പുതുക്കിക്കള, ഒട്ടകം കൂട്ടിയാൽ മതി. 100 ഒട്ടകം എന്ന് പറയാം. പക്ഷെ കരാർ ഒന്ന് പുതുക്കണം. 3 അല്ല 9. ഇവിടെ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ എന്നതിൽ ചില്ലറ എന്ന വാക്കിന് 3 എന്ന മാന വെച്ചു. ആര്? സയ്യിദുനാ സിദ്ദീഖ്. പക്ഷെ ചില്ലറക്ക് 9 വരെ വരാം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ആർക്കാണ് ഇപ്പം ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പിഴവറ്റ്?
സയ്യിദുനാ സിദ്ദീഖ്. നബിയിൽ പിഴവറ്റൂല, ആയത്തിൽ പിഴവറ്റും. അപ്പം നബിയിലൂടെയാണ് ആയത്തിനെ മനസ്സിലാക്കേണ്ടത്, ആയത്തിലൂടെ നബിയെ മനസ്സിലാക്കരുത്. നമ്മൾക്ക് അവിടെ നബി പോയി അത് തിരുത്തി കളാറുന്നു. ഇനി എങ്ങനെ തിരുത്താണ്? ചേഞ്ച് ചെയ്യുക. 10 ഒട്ടകം എന്ന് പറഞ്ഞത് 100 ഒട്ടകം ആയിക്കളാം. ഓക്കെ, അപ്പോൾ സമ്മതിച്ചു. ചില്ലറ വർഷം അടുത്ത കാലത്തൊന്നും റോമക്കാർ ജയിച്ചൊരു സംഭവം ഇല്ല. അപ്പോൾ പിന്നെ 9 അല്ല 29 പറഞ്ഞാലും ഇപ്പം സമ്മതിക്കും. ആ ഒട്ടകങ്ങൾ വാങ്ങുകയും ചെയ്യാലോ. അങ്ങനെ പന്തയം പുതുക്കി, കരാർ തന്നെ പുതുക്കി. 10 ഒട്ടകമല്ല 100 ഒട്ടകം. പക്ഷെ ബിളഇ എന്നതിന് 3 അല്ല, എത്ര? 9 ആറും. അപ്പം ഈ ബിളഇ അത് പിന്നെ ജയിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ബിളഇ എന്ന ആയത്തിനെ മനസ്സിലാക്കുന്നതിൽ, ഒരായത്തിനെ മനസ്സിലാക്കുന്നതിൽ ഈ ഉമ്മത്തിൻ്റെ അഫ്ളലായ സിദ്ദീഖിന് പോലും പിഴവ് പറ്റി. അതാണ് ആയത്തിൻ്റെ സ്വഭാവം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അത് അന്നേ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഇതൊരു തെളിവുമാണ്. എന്തിന്? ഇപ്പം സിദ്ദീഖിന് ഒരു പിഴവ് പറ്റാൻ പാടില്ലല്ലോ. കാരണം ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മഹാനല്ലേ സയ്യിദുനാ സിദ്ദീഖ്. അവർക്ക് ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ പിഴവറ്റാൻ പാടില്ലല്ലോ. പക്ഷെ പറ്റിയല്ലോ, നബി തിരുത്തി കൊടുത്തതല്ലേ. അതേസമയത്ത് നബി എന്നാൽ വ്യക്തവും സ്പഷ്ടവുമാണ്. നബിയുടെ ലൈഫ് ഓഫ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാണ്, അത് സ്പഷ്ടമാണ്. ഒരാൾക്കും അത് തള്ളിക്കളയാൻ കഴിയില്ല. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്ക്. അപ്പം നബിയുടെ ജീവിതത്തിൽ നിന്ന് ആയത്തിന് മനസ്സിലാക്കലാണ് ഏത് കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ അനുവർത്തിച്ചത്. 18-ാം നൂറ്റാണ്ടോടുകൂടെ ഒരു പുതിയ രോഗം ആശയരംഗത്ത് മുസ്ലിങ്ങളെ ബാധിച്ചു. അവർ നേരിട്ട് ഖുർആനിലേക്ക് ഇറങ്ങി. വലിയൊരു വിഭാഗം ഹദീസിനെ തള്ളി. അവർ ഭാഷ മാത്രമാണ് മനസ്സിലാക്കിയത്. എന്തിൻ്റെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ്, ജീവിതമാണല്ലോ സത്യത്തിൽ ഹദീസ്. അതിനെ മാറ്റിവെച്ചാൽ പിന്നെ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് മാത്രമേ അവലംബമുള്ളൂ? ഭാഷ. കറക്റ്റ് അങ്ങനെ പറയാം മോനെ, ഭാഷ. അപ്പോൾ ഉപേക്ഷിച്ചു. അപ്പോൾ ട്രഡീഷണൽ രീതിക്ക് എതിര് ചെയ്തു. എന്താ ട്രഡീഷണൽ രീതി? എങ്ങനെ നബിയിലൂടെ ഖുർആൻ മനസ്സിലാക്കുക. ഇനി നബിയെ മനസ്സിലാക്കിയെടുത്ത് ഇനി ഖുർആനിനെ ഒരാൾ എത്തിയില്ലെങ്കിലും അയാൾ രക്ഷപ്പെടും. എന്തുകൊണ്ട്? നബിയിലേക്ക് പിഴവ് പറ്റൂല, ഒരിക്കലും പിഴവ് പറ്റൂല. കാരണം ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മാ നുസ്സില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ടതിനെ. അപ്പോൾ എക്സ്പ്ലനേഷൻ ഖുർആനിനല്ല, ആർക്കാണ്? നബിക്കാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അപ്പോൾ ഖുർആനിനെ വിശദീകരിക്കേണ്ടത് ആരാണ്? ലൈഫ് ഓഫ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഖുർആൻ ഇറങ്ങിയത് ഖുർആനല്ല വിശദീകരിക്കുക. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ്. ലിതുബയ്യിന യു, ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മാ നുസ്സില ഇലൈഹിം, മാ നുസ്സില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ടത് അത് ഖുർആനാണ്. അപ്പോൾ ഈ മാ നുസ്സില ഇലൈഹിം എന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് എന്ത്? ലൈഫ് ഓഫ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈഫ് ഓഫ് അസ്ഹാബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിൻ്റെ ജീവിതം, സ്വഹാബത്തിൻ്റെ ജീവിതമാണ് റസൂലിൻ്റെ ജീവിതത്തിന് മാനദണ്ഡം. റസൂലിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ ആരെ മനസ്സിലാക്കണം? സ്വഹാബത്തിനെ മനസ്സിലാക്കണം. അതാണ് ട്രഡീഷണൽ രീതി. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഈ രീതി 18-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ പൊളിച്ചു. അതെന്താ കാരണം? ദജ്ജാൽ വരാനായി. ദജ്ജാലിയത്താണ്.
അതാരെ പൊളിച്ചത്? വഹാബികൾ പൊളിച്ചു. അവർ വഹാബികൾ എന്ന് പറഞ്ഞാൽ ദജ്ജാലി വിഭാഗമാണ്. അവർ ദജ്ജാലിൻ്റെ ആളുകളാണ്. അവർ ഇസ്ലാമിൻ്റെ അഴക് നഷ്ടപ്പെടുത്തി. ഭാഷയിലൂടെ ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ ഖുർആനിൽ തെറ്റായിട്ട് മനസ്സിലാക്കുക ചെയ്യുക. മനസ്സിലാവുകൊണ്ട് പറഞ്ഞാൽ രാമനിലൂടെ അല്ലാതെ രാമായണത്തെ മനസ്സിലാക്കിയാൽ തെറ്റായിരിക്കും. അത് മനസ്സിലായില്ല. രാമനിലൂടെ രാമായണത്തെ മനസ്സിലാക്കണം. ഇതിലിപ്പോൾ എന്താ പ്രശ്നമുള്ളത്? അപ്പം ഇവിടെ വളരെ നമ്മൾ ചിന്തിക്കണം, നല്ല തല കൊടുത്തിട്ട് ചിന്തിക്കണം. ആ വിഭാഗങ്ങൾ ഇന്ന് അതിൻ്റെ പാരമ്യാവസ്ഥയിലെത്തി. ഒരു കാലത്ത് ചില ഹദീസുകൾ തള്ളി. ഇന്ന് വലിയൊരു ശതമാനം ആളുകൾ ഹദീസുകൾ സ്വീകരിക്കുന്നേയില്ല. അപ്പോൾ അവരെന്തിനെ തള്ളി? ലൈഫ് ഓഫ് മുഹമ്മദിനെ തള്ളി. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അള്ളാഹു, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എല്ലായിടത്തും ആരും മുന്തിച്ച് കാണിക്കുന്നു? റസൂലിനെ. അപ്പം റസൂലിനെ മുന്തിക്കാത്ത കാലത്തോളം നിങ്ങൾ ഖുർആൻ കൈവശം വെച്ച് മറ്റേ പാർട്ടിയിൽ കൂടും. അതേ സമയത്ത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഹക്കിൻ്റെ ആളുകളാണ്, നിങ്ങൾ ബാത്തിലിൻ്റെ ആളുകളായിരിക്കും. നല്ല പോലെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ പല പാർട്ടികളും വന്നു, അവരൊക്കെ ഖുർആനിനെ അവലംബിക്കുമെന്ന് പറയുമ്പോൾ ഖുർആൻ അവലംബിക്കാൻ ഒരു വലിയ എന്താ പറയുക, അത് വലിയൊരു മാർക്കാണ്. ഞാനെന്താ ഖുർആൻ അവലംബിക്കോ? ഹദീസ് എന്ന് പറഞ്ഞാൽ അത് അത്ര അവർക്ക് നല്ലൊരു മാർക്കല്ല. ഹദീസല്ലേ. മുസ്ലിം സമുദായത്തിൽ ഏത് കാലത്തും മെജോറിറ്റി വൈറ്റ് കോളർ വിഭാഗം അവലംബിച്ചത് എന്തിനെയാണ്? ഖുർആനാണ്. പാവപ്പെട്ട പണ്ഡിതന്മാരും ജനതയും അവലംബിച്ചത് ഹദീസിൽ നിന്ന് ഖുർആനെയാണ്. മറ്റൊരു വിഭാഗം എന്ത് ചെയ്തു? ഒന്നാമത്തെ വിഭാഗം തന്നെ ഖവാരിജ് അടക്കമുള്ള മുഅ്തസില അടക്കമുള്ള വിഭാഗം ഹദീസിനെ തള്ളിയിട്ട് എന്തിനെ സ്വീകരിച്ചു? അവർക്കൊക്കെ പറ്റിച്ചു. 18ാം നൂറ്റാണ്ടോടുകൂടി അതിന് വലിയ ഒരു രീതി വന്നു. ഹദീസിനെ തള്ളാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. ഇന്ന് അതിൻ്റെ പാരമ്യാവസ്ഥയിലെത്തി. ഇന്ന് ഹദീസിനെ തള്ളുന്നവർ വളരെ 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 മുസ്ലിങ്ങളിൽ വലുതാണ്. അതേസമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വാദപ്രതിവാദം നടത്തിയാൽ നമുക്ക് തോൽക്കാനേ കഴിയൂ. എന്തുകൊണ്ട്? ഖുർആനല്ലേ മുന്തിച്ചത്, മുന്തിക്കേണ്ട കിതാബല്ലേ എന്ന് വെച്ചാൽ മറുപടിയില്ല. കയറി കുറച്ചും കയറി ഇവിടെയൊക്കെ സ്ഥലമുണ്ട്. മുസാഫ് ഇങ്ങോട്ടെടുക്കി. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ ലിതുഖ്രിജൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി മിനൽ ളുലുമാതി ഇലൻ നൂർ. എവിടെയാണ് ആയത്ത് നോക്കാൻ വേണ്ടി പറയുക? എവിടെയാണ് ആയത്ത്? ഓക്കെ. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ ലിതുഖ്രിജൽ ലദീന ആമനു മിനൽ ളുലുമാതി ഇലൻ നൂർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ട്രഡീഷണൽ പാരമ്പര്യ രീതി, ഈ പാരമ്പര്യ രീതിയെ പൊളിച്ചത് ദജ്ജാൽ വരാൻ വേണ്ടിയാണ്. ദജ്ജാലിൻ്റെ കാലഘട്ടമാണ് റൈസ് ഓഫ് വെസ്റ്റേണിസം. കാരണം വെസ്റ്റേൺ കൾച്ചറാണ് ഏത് കാലത്തും ദജ്ജാലിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അവർ തകർന്ന് തരിപ്പണമായ ജനതയാണ്. ആര്? മനസ്സിലായില്ല. വെസ്റ്റേണികൾ എന്ന് പറഞ്ഞാൽ അവർ തകർന്ന് ഏതാ സൂറത്ത്? ത്വലാഖ്. ഓക്കെ. വെസ്റ്റേണികൾ എന്ന് പറഞ്ഞാൽ അവർ തകർന്ന് തരിപ്പണമായൊരു ജനതയാണ് നബിയോട് കൂടെ. അവർ വളരെ ഉന്നതിയിൽ വരുമ്പോഴാണ് നബി വരുന്നത്. അപ്പോൾ നബി വന്നപ്പോൾ നബി അവരെ ഒതുക്കി. ലോകത്തെ ഏത് കാലത്തും ഇരുട്ടിൻ്റെ ഒരു ജനത ഉണ്ട്, അത് വെസ്റ്റേൺ സിവിലൈസേഷനാണ്. അതിനെപ്പറ്റിയൊക്കെ ഇനിയും നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചത് അവിടെ ഒന്നും പോരാ.
വളരെ പഠിക്കണം. നമ്മൾ വിചാരിച്ചൊന്നുമല്ല കാര്യം, വീണ്ടും പഠിക്കണം. അത് ഇന്ന് പഠിക്കൽ അനിവാര്യമാണ്, ഒരു കാലത്ത് പഠിക്കൽ അനിവാര്യമല്ല. ഇപ്പോൾ ഹോമോസാപ്പിയൻസിനും ഹോമോ എറക്ടസിനും 2 തരം രക്തമാണ് എന്നത് ഇന്ന് ലോകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പം എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഇത് പഠിക്കൽ പണ്ട് പഠിക്കേണ്ടതില്ല, ഇന്ന് പഠിക്കണം. ഇന്ന് എന്തുകൊണ്ടാണ് ഇത് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്? ഹോമോസാപ്പിയൻസിനും ഹോമോ എറക്ടസിനും ആദം ഹോമോസാപ്പിയൻസിന് പെട്ട ആളാണ്. ആദമിൻ്റെ രക്തം അല്ല കൊക്കേഷ്യൻസിൻ്റെ രക്തം. രക്തഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഇന്ന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നവർ ആരാ? ഹോമോസാപ്പിയൻസാ. ഹോമോസാപ്പിയൻസിൻ്റെ രക്തം കൊക്കേഷ്യൻസിൻ്റെ രക്തവും, അതായത് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണത്. കൊക്കേഷ്യൻസ് അവരാണ് അസ്ലി യൂറോപ്യൻസും. അവരുടെ രക്തം ഹോമോ എറക്ടസ് ആണ് അവർ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് രണ്ടും എന്തുകൊണ്ട് ഇത് പഠിച്ചുകൂടാ? ഇത് പഠിക്കണ്ടേ? ഈ ജനതയാണ് എക്കാലത്തും ദജ്ജാലിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അവർക്ക് അടിച്ച് കയറുമ്പോഴാണ് നബി വന്നത്. അവർ എല്ലാ വേദഗ്രന്ഥങ്ങളും നശിപ്പിച്ചു, എല്ലാ നബിമാരെയും അവർ കൊന്നു. ഒരർഹതയുമില്ലാതെ അമ്പിയാക്കളെ കൊന്നു. ആരെ കൊന്നത്? ആരാണ് നബിമാരെ കൊന്നത്? ആരാണ്? ഗ്രീക്ക് സിവിലൈസേഷൻ അതാ കൊന്നത്. ഗ്രീക്കുകാരാണ് നബിയെ കൊന്നത്. തിരിഞ്ഞില്ല. ഇതെങ്ങനെ? ഗ്രീക്ക് ഐഡിയോളജി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറിയപ്പോഴാണ് എന്തു വന്നത്? ചില വിഭാഗങ്ങളുണ്ടായത്. ഗ്രീക്ക് താല്പര്യങ്ങളാണ്. ആ ഗ്രീക്ക് താല്പര്യങ്ങളെ ഉദാഹരണം പറയാം. ഞാൻ ഉദാഹരണം പറയും, നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം. ഇപ്പോൾ ഏഷ്യയിൽ ഒരു ആപത്തിൻ്റെ അടയാളമുണ്ട്. ഏതാണ് ആ ആപത്തിൻ്റെ അടയാളം? ചാവുകടൽ. ഏഷ്യയിലെ ഒരു ആപത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്ന അടയാളമാണ് ഡെഡ് സീ, ചാവുകടൽ. കേട്ടിട്ടില്ലേ? ശരി, എന്താണ് ചാവുകടലിൻ്റെ പ്രശ്നം? സ്വവർഗരതി, അങ്ങനെ പറഞ്ഞോളി അല്ലേ? ആണിൻ്റെ പിന്നാലെ ഓടുക, പെണ്ണിൻ്റെ പിന്നാലെ ഓടുക. ഇത് ഏഷ്യയിൽ ഇതിനൊരു അടയാളമുണ്ട്. അതാണ് ഡെഡ് സീ. എന്നാൽ അതിൻ്റെയും പൗരാണിക കാലങ്ങൾക്ക് മുമ്പേ ഇത് ഗ്രീക്കിൻ്റെ ഏതൻസിൻ്റെയും ഗ്രീസിൻ്റെയും പൊതു സ്വഭാവമാണ്. പോംബിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ, എത്ര അതെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ആണിനെ പ്രാപിക്കുക, പെണ്ണിനെ പ്രാപിക്കുക എന്നുള്ളത് എക്കാലത്തെയും ഒരു സ്വഭാവമാണ്. ആരുടെ? ഗ്രീക്കുകാരുടെ. ഏതൻസികളുടെ ഗ്രീക്കുകാരുടെ എക്കാലത്തെയും താല്പര്യമാണ് ആണിൻ്റെ പുറകെ ഓടുക, പെണ്ണിൻ്റെ പുറകെ ഓടുക. ഈ ഗ്രീക്കിയൻ സംസ്കാരം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇത്തരം താല്പര്യങ്ങൾ വരുന്നത്. മനസ്സിലാണ്ടവർ? ഏതൊക്കെ കാലഘട്ടത്തിൽ ഗ്രീക്ക് സിവിലൈസേഷൻ ഐഡിയോളജി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ടോ അപ്പോൾ അവർ കൊന്നതാണ് നബിമാരെ. എന്തിനീ നബിമാരെ കൊന്നു? അത് ചിന്തിക്കണം. എന്തിനാണ് നബിമാരെ കൊന്നത്? നബിമാരെ സഹിക്കാൻ അവർക്ക് കഴിയൂല. ഖുർആൻ 25 നബിമാരെ പറയുന്നുണ്ട്. എന്നാൽ ഗ്രീസിൽ ഒരു നബിയില്ല. എന്നാൽ ഗ്രീസിൽ നബി ഇല്ലേ? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅത റസൂല. ഒരു റസൂൽ ഇല്ലാത്തൊരു ജനതക്ക് ഒരു സിവിലൈസേഷന് ശിക്ഷയില്ല. അപ്പോൾ അവിടെയും എന്തുണ്ടാകാം? ഉണ്ടാവും. റസൂലിൻ്റെ അവിടെ ഉണ്ടാവും, ഒരു നബി അവിടെ ഉണ്ടാവും, നമുക്കറിയൂല. ഖുർആൻ ആകെ പറഞ്ഞ നബിമാർ ഏഷ്യൻ ആഫ്രിക്കൻ ജനതയിലെ നബിമാരെയാണ്. നല്ലോണം നിങ്ങൾ ചിന്തിക്കുക. 4 വേദഗ്രന്ഥവും വരുന്നത് ഏഷ്യയിലാണ്. 4 വേദഗ്രന്ഥവും വന്നത് ഏഷ്യയിലാണ്. ചിന്തിക്കുക. 4 വേദഗ്രന്ഥവും ഏഷ്യയിലാണ്. 4 വേദഗ്രന്ഥം. ഒരു വേദഗ്രന്ഥം വരുന്നത് സീനായ് മരുഭൂമിയിലാണ്. തൗറാത്ത്. എവിടെ സീനായ്? പറ, എവിടെ സീനായ്? ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുഭൂമിയാണേത്? സീനായ്.
രണ്ടാമത്തെ വേദഗ്രന്ഥം വരുന്നത് സബൂറ. സബൂർ ജെറൂസലേമിലാണ്. ജെറൂസലേം എവിടെയാ? ഏഷ്യയിൽ. മൂന്നാമത്തെ വേദഗ്രന്ഥം ഇഞ്ചീല. അതും ദമാസ്, മനസ്സിലാണല്ലോ പറഞ്ഞത്, അതും വരുന്നത് ജെറൂസലേമിൻ്റെയും പരിസരത്താണ്. ആകെ കൂടി 2 സ്ഥലത്താണ് ജീവിതമുള്ളത്. ആർക്ക്? ഈസാക്ക്. ഈസ 12 വയസ്സ് വരെ കുട്ടിപ്രായത്തിൽ നിന്ന് ഒളിച്ചു കടത്തി. പിന്നെ 12 വയസ്സ് വരെ മിസ്രിൽ ഒളിച്ചു പാർത്തു, ഉമ്മയും മോനും. 12 വയസ്സിന് ശേഷം മോനെയും കൂട്ടി ഉമ്മ ജെറൂസലേമിലേക്ക് തിരിച്ചു വന്നു. നാസിറയിലാണ് പിന്നീട് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആ മഹാനുമായി ചുറ്റിപ്പറ്റിയവർക്ക് നസ്രാണികൾ എന്ന് പേരുണ്ടായത്. ക്രിസ്ത്യാനികൾക്കൊരു 2ാം പേരുണ്ട്. എന്ത്? നസാറാക്കൾ. എന്താ നസാറാക്കൾ എന്നാ പറയാൻ കാരണം? മനസ്സിലായില്ലേ? ആഫ്റ്റർ ദി 12 ഇയർ, 12 വയസ്സിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം താമസിച്ചത് എവിടെയാ? നാസ്രയില. നാസ്രയിൽ താമസിച്ചത് കൊണ്ട് അവരെ എന്തു പറഞ്ഞു? ആ മഹാന്റെ അനുയായികളെ പിന്നീട് എന്തു പറഞ്ഞു? നസാറാക്കൾ. ജെറൂസലേമിൻ്റെ പരിസരത്തുള്ള, ജെറൂസലേമിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു ഗ്രാമമാണ് ഏത്? നാസിറ. അപ്പം നസ്രാണികൾ, നസാറാക്കൾ. ഇതിനൊന്നും കൂടുതൽ ബുദ്ധിമുട്ട് തന്നെയില്ല. ഒന്നാമത്തെ വേദഗ്രന്ഥം തൗറാത്താണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. തൗറാത്ത് വരുന്നത് എവിടെയാണ്? സീനായിലാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? സീനായിലാണെന്ന കാര്യം ആർക്കാ തർക്കമുള്ളത്? സീനായി എന്നുള്ളത് എന്താണ്? ഏഷ്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുഭൂമിയാണ്. ലോകത്തെ 2ാമത്തെ മരുഭൂമിയുമാണ്. 1ാമത്തെ മരുഭൂമി സഹാറ ആഫ്രിക്കയിലാണ്. 2ാമത്തെ മരുഭൂമിയാണ് ഏത്? സീനായി. ലോകത്തെ 2ാമത്തെ മരുഭൂമിയും ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുഭൂമിയുമാണ് ഏത്? സീനായി. സീനായിലാണ് 1ാം വേദഗ്രന്ഥം തൗറാത്ത്. 2ാം വേദഗ്രന്ഥം സബൂർ ദാവൂദിനാണ് അലൈഹിസ്സലാം. ദാവൂദിന് ആകെ 2 സ്ഥലത്തെ ജീവിതമുള്ളൂ. ഒന്ന് ജോർദാന്, ഒന്ന് ജെറൂസലേം. ജോർദാനും ഏഷ്യയാണ്, ജെറൂസലേമും ഏഷ്യയാണ്. 3ാമത്തെ വേദഗ്രന്ഥമാണ് ഏത്? ഇഞ്ചീല്. ഇഞ്ചീല് വരുന്നത് നാസിറയിലേക്കാണ്. നാസിറ എന്നത് ജെറൂസലേമിൻ്റെ പരിസരമാണ്. അന്ന് നുബുവത്ത്. പിന്നെ നേരത്തെ ഈജിപ്തിലുണ്ട്. ഈജിപ്തിൽ ആകെ 12 വയസ്സ് വരെ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് എഴുതി വെക്കണം. വെറുതെ മുഖത്തേക്ക് നോക്കിയിരിക്കരുത്. പിന്നെ ആവർത്തിക്കൂല. പറയുന്നത് കൃത്യമായി എഴുതി വെക്കണം. കുട്ടികൾ, ഞാൻ വിദ്യാർത്ഥികളോടാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. 4ാമത്തെ വേദഗ്രന്ഥം ഫുർഖാനുൽ അദീമാണ് അല്ലേ? അത് വരുന്നത് എവിടെയാ? ജബലുന്നൂർ. ജബലുന്നൂർ എവിടെയാ? ഏഷ്യയിൽ, മക്കയിൽ, ഏഷ്യയിൽ. അപ്പം ലോകത്തിന് മുഴുവനുള്ള വേദഗ്രന്ഥം 4ഉം വരുന്നത് എവിടെയാ? ഏഷ്യയിൽ. എന്താ കാരണം? അങ്ങനെയാണ്. ഏഷ്യൻ സംസ്കാരമാണ് ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരം. അത് ഹോമോസാപ്പിയൻസ് സംസ്കാരമാണ്. അവർ സെമിറ്റിക്കുകളുമാണ്. ഹാമിറ്റായ വിരോധമായിട്ടല്ല. പക്ഷേ ഏഷ്യൻ സംസ്കാരം, പ്രത്യേകിച്ച് അറബികൾ, ഇസ്രായേലിയർ, അവരിലൊക്കെ പ്രധാനമായി അവരാരാ? അവർ ഇബ്രാഹിമി പരമ്പരയാണ്. ഇബ്രാഹിം സാമിൻ്റെ 10ാമത്തെ പേരക്കുട്ടിയാണ്. സാമിൻ്റെ വർഗമാണ് സെമിറ്റിക്കുകൾ. അപ്പോൾ യഥാർത്ഥ ഇസ്രായേലികളും അറബികളും ആരാണ്? സെമിറ്റിക്കുകളാണ്. അവർ കൃത്യമായി ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോ എറക്ടസിന് ഒരു കാലത്ത് ലോകത്ത് മെജോറിറ്റി വന്നിട്ടില്ല. അവർ നശീകരണ സമൂഹമാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഹിന്ദുസ്ഥാൻ മെരിജാൻ എന്നൊരു പ്രഭാഷണം നടത്തി. അതിനു വേണ്ടി ഒരു പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിലുണ്ട് എന്ത്? അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് ഞാൻ നില വായിച്ചു. അതായത് 1880, 1920, 1880-ൻ്റെയും 1920-ൻ്റെയും ഇടയിൽ മാത്രം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 16 കോടിയോളം ജനങ്ങളെ കൊന്നു. ബിറ്റ്വീൻ 40 years, 190 years, 190 വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ അധികാരം ഉണ്ടായത്. പിന്നെ ബ്രിട്ടൻ്റെ രാജ്ഞിയുടെ അധികാരം ഏറ്റെടുത്തു. 1757
സിറാജുദ്ദൗളയെ തോൽപ്പിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വരുന്നത് 1757. 1947 അവർ ഇന്ത്യ വിട്ടുപോയി. അപ്പോൾ അവർ ഇവിടെ അധികാരമാണെന്ന് എത്രയാണ്? 190 വർഷം കൃത്യമായ അധികാരമാണ്. അതിൽ കേവലം 40 കൊല്ലത്തിനുള്ളിൽ മാത്രം ഓക്സ്ഫോർഡിൻ്റെ രേഖ, ഓക്സ്ഫോർഡ് ബ്രിട്ടൻ്റെ കീഴിലുള്ള സംഗതിയല്ലേ, വളരെ ഒതന്റിക്കായി അവർ തന്നെ പുറത്തുവിട്ട രേഖ, കേവലം 40 കൊല്ലത്തിനുള്ളിൽ മാത്രം അവരെന്ത് ചെയ്തു? 16 കോടിയോളം ജനങ്ങളെ കൊന്നു. 3,20,000 ടണ്ണ് ഭക്ഷ്യധാന്യം ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന വർഷം ഇന്ത്യയിൽ ഭക്ഷണമില്ലാതെ 50 ലക്ഷം ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. എന്താ വിചാരിക്കുന്നത്? ആ വർഷം മാത്രം അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്? പറ. 3,20,000 ടൺ ഭക്ഷ്യധാന്യം ബ്രിട്ടനിൽ കയറ്റിട്ടുണ്ട്. എത്ര? 3,20,000 ടണ്ണ് ഭക്ഷ്യധാന്യം ഇന്ത്യയിൽ നിന്ന് കയറ്റിയ വർഷത്തിൽ ഇന്ത്യയിൽ ഭക്ഷ്യധാന്യത്തിൻ്റെ കമ്മി കാരണം, ഭക്ഷണം കിട്ടാത്തത് കാരണം ഇന്ത്യയിൽ എത്ര മരിച്ചു? 50 ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട്. അതവർക്കേ കഴിയൂ, വേറെ കഴിയില്ല. അവർ തൊട്ട സോറി എന്ന് പറയും, അത് ഫോർമാലിറ്റിയാണ്, അല്ലാതെ ഹൃദയമല്ല. ഏഷ്യക്കാർ തൊട്ട സോറി എന്നൊന്നും പറഞ്ഞോളുന്നില്ല, പക്ഷേ മനുഷ്യല്ലാത്ത പണിയെടുക്കൂല. പടച്ചോന് തെറ്റൂലല്ലോ. പടച്ചോൻ 4 വേദഗ്രന്ഥവും കൊടുത്തത് ഇവിടെയൊക്കെ ഏഷ്യയിലാണ്. ഈ ഏഷ്യൻ സംസ്കാരത്തിലേക്ക് അവർ കടന്നു കയറുമ്പോൾ നബിമാരെ അള്ളാഹു പറഞ്ഞേക്കും. എന്തിനാ നബിമാരെ പറഞ്ഞേക്കും? നബിമാരെ എന്തിനാ പറഞ്ഞേക്കുന്നത്? നബിമാരെ പറഞ്ഞേക്കുന്നത് ഏഷ്യൻ സംസ്കാരത്തെ കൃത്യമാക്കാനും ഗ്രീക്ക് സംസ്കാരത്തെ പുറത്താക്കാനും. എന്തിനാണ് എല്ലാവരും ഒക്കെ വന്നത്? അതാണ്. അപ്പം അവസാനത്തെ നബിയാണല്ലോ, നബിയുടെ തൊട്ടുള്ള അവസാനത്തെ നബിയാണ് ആര്? ഈസ അല്ലേ? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഏത് സൊസൈറ്റിയോടാണ് സമരം ചെയ്തത്? അറിയാം, നിങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ പറയാം, ഞാൻ അതിനല്ല ഇവിടെ ഇരിക്കുന്നത്. പറയേ, അല്ലെങ്കിൽ അറിയില്ലെന്ന് പറയേ. ആരോടാണ് ഈസ നബി യുദ്ധം ചെയ്തത്? യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കെതിരായിട്ടായിരുന്നു അവരുടെ വർക്കൊക്കെ? ഹെലനിസ്റ്റിക് ജ്യൂസിനോട്. ഹെലനിസ്റ്റിക് ജൂതന്മാർ ഏതാണ്? ഹെലനിസ്റ്റിക് ജൂതന്മാർ. ഹെലൻ എന്നത് ഗ്രീസിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ഹെലനിസ്റ്റിക് ജൂതന്മാർ എന്നാൽ ആരാ? ഗ്രീക്ക് വൽക്കരിക്കപ്പെട്ട ജൂതന്മാർ. അപ്പോൾ ഈസാ നബി അടക്കം സമരം ചെയ്ത ആരോടാണ്? ഗ്രീക്കുകാരോട്. അറിയില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത് തല കൊടുത്ത് പഠിച്ചോ. എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം എടുക്കുക, എവിടുന്നെങ്കിലും ഒരു പുസ്തകം നിയോഗം എടുക്കുക. തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വലാണ് ആ പുസ്തകം വായിക്കണം. എല്ലാവരും വായിക്കണം, ഇരുന്ന് വായിക്കണം പുസ്തകം. അതിന് സമാനമായൊരു പുസ്തകം ഇന്ന് ലോകത്ത് കിട്ടാനില്ല, ഒരു ഭാഷയിലുണ്ടാവില്ല. ഇല്ല എന്ന് എനിക്കറിയാം. ലോകത്തെ ഒരു ഭാഷയിൽ എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിന് പകരമായൊരു പുസ്തകം ഇന്ന് ലോകത്തില്ല, അതെനിക്കറിയാം.